ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ കോപ്പറേറ്റീവ് ലോയുടെ 12ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വളരെ വേഗതയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവത്തക്ക തരത്തിലാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ക്ലാസ്സും ഒരു 3/4 മണിക്കൂറൊക്കെ മാക്സിമം വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത് പോവുക. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എപ്പോഴും കാണത്തക്ക രീതിയിൽ എനേബിൾ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ക്ലാസ് അത് അവിടെ കിടക്കുകയാണല്ലോ, അത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാം എന്നുള്ളൊരു മനസ്സിലൊരു അങ്ങനെ ഒരു ചിന്ത വരാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ആ ക്ലാസ് തന്നിട്ട് അതിനോടനുബന്ധിച്ചുള്ള പരീക്ഷ പിറ്റേ ദിവസം തന്നെ നമ്മൾ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നോട്ട്സും നമ്മൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മുടെ ഈ പറയുന്ന ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആവത്തക്ക തരത്തിലേക്ക് നൽകാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടിട്ട് അതുമായി ബന്ധപ്പെട്ട ആ നോട്ട്സും കൂടെ എഴുതിയെടുത്ത് പെട്ടെന്ന് പഠിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. കാര്യം എന്തുകൊണ്ടാണ്, നമുക്കിനി വളരെ കുറച്ച് സമയം മാത്രമേ കയ്യിലുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഈ 52 ദിവസത്തെ മണിക്കൂറുകളെന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതാണെന്ന് നിങ്ങൾ ആലോചിച്ചോളുക. കാര്യം നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇനി ഒരു 52 ദിവസം ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നവനാണ് ഈ പരീക്ഷയുടെ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെയുള്ള ജോലി സാധ്യതയുള്ള റാങ്കുകളിലേക്ക് വരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, PSC ആണ്. ഇപ്പോൾ ചെയ്യുന്ന PSCയുടെ അറിയാമല്ലോ, എത്രയാണോ വേക്കൻസി അതിന് ആനുപാതികമായിട്ട് മാത്രമാണ് PSC എന്ത് ചെയ്യുന്നത്, ലിസ്റ്റുകൾ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രമകരമായിട്ട് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് പരിശീലിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇപ്പോൾ നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ കഴിയൂ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ടു ആൻസറിലേക്ക് പോവേണ്ടതുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ അവസാനത്തെ 12 ദിവസം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ലീവിന് ഇപ്പോഴേ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിക്കൊള്ളണം. കാര്യം 12 ദിവസം നമ്മൾ എന്തായാലും നിങ്ങളോട് ഒരു 4 മണിക്കൂറെങ്കിലും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മീൻസ് നമ്മളൊരു ലൈവ് ഇൻട്രാക്ഷനിലൂടെ ക്വസ്റ്റ്യൻസ് മൊത്തം വർക്കൗട്ട് ചെയ്ത് പോകത്തക്ക രീതിയിലുള്ള ഒരു സെറ്റപ്പിലേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഫിനാൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള സാറ് ആ അവസാനത്തെ ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും, അത് ഷെഡ്യൂൾ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോടൊപ്പം അവസാനം ഉണ്ടാവും. അതുപോലെ IT ആൻഡ് സൈബർ ലോയുടെ സാറും ഉറപ്പായിട്ട് നിങ്ങൾ ഈ അവസാനത്തെ 14 ദിവസം നിങ്ങളോടൊപ്പം ഉണ്ടാവും, 13 ദിവസം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോഴേ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു പോയാലേ അന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ടു ആൻസറിലേക്ക് നമ്മൾ പോകുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസറുകൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിക്ക് ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ ഡേറ്റയുടെ അവൈലബിലിറ്റി നിങ്ങൾ ഇപ്പോഴേ തന്നെ അത് ശരിയാക്കി വയ്ക്കുക. കാര്യം നിങ്ങൾക്ക് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് നിങ്ങളുടെ നെറ്റ് കണക്ഷൻ കറക്റ്റായിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മളെ ലൈവ് ഇൻട്രാക്ഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റൂ. അപ്പോൾ അതും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം. ഇനി അങ്ങനെ ചെയ്യാത്തൊരു പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഈ ലൈവ് ഇൻട്രാക്ഷൻ്റെ റെക്കോർഡഡ് ആയിട്ടുള്ള വെർഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്ത് തരും. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. പക്ഷേ ഏറ്റവും നല്ലത് ഒരു ലൈവ് ഇൻട്രാക്ഷനിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. കാര്യം നിങ്ങൾക്ക് കുറേ കൂടെ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഉയരുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ അന്നേ പറഞ്ഞു, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്. നമ്മളിത് വെറും ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. എന്തിനു വേണ്ടിയാണ്, കുറച്ച് പേർക്കെങ്കിലും നമ്മളിലൂടെ ഒരു ജോലി, ഒരു ലൈഫ് ഉണ്ടായി കാണണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഫാക്കൽറ്റി മെമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഈ ടീമിന് വേണ്ടി നമ്മുടെ റൈസ് ടീമിൻ്റെ ബാക്കപ്പിൽ പ്രവർത്തിക്കുന്ന മാനേജേഴ്സ് ഉൾപ്പെടെയുള്ളവർ, അവരെയൊക്കെ ഈ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് ജോലി കിട്ടണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു ടീം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഈ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഉൾപ്പെടെ. അപ്പോൾ അവർക്കെല്ലാം ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതിനോടൊപ്പം നിങ്ങളുടെ റിസൾട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പാഴാക്കി കളയരുത്. ഒരു മണിക്കൂർ പോലും നിങ്ങൾ പാഴാക്കരുത്. ഒരു മിനിറ്റ് പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ വെറുതെ കളയരുത്. നിങ്ങൾ എപ്പോഴും ഈ പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റൂൾ 15, ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ എന്താ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 1 മാർക്ക് ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടും. ഓരോ ക്ലാസ്സിലും ഓരോ മാർക്കുകൾ കിട്ടിയാലും നമ്മുടെ 100 ക്ലാസ് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 100 മാർക്കും കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഇന്നത്തെ ക്ലാസ്സിന് അത്രയും ഒരു പ്രാധാന്യമുണ്ട്. നമ്മൾ എന്താ പഠിക്കുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി, സൊസൈറ്റികളെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സൊസൈറ്റിയെ
ഏത് ക്ലാസ്സിൽ വരുന്നു അല്ലെങ്കിൽ ആ സൊസൈറ്റി ഏത് ടൈപ്പാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, രജിസ്ട്രാർ ക്ലാസിഫൈ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ റൂൾ 15 പ്രകാരം ആരാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, രജിസ്ട്രാറാണ്. അപ്പോൾ നമ്മുടെ നിയമത്തിൽ 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് റൂൾ 15 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ, 2 പറയുന്നത് നമ്മുടെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ, 3 പറയുന്നത് സെക്ഷൻ 80 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ. ഇത് 3 പേരാണ് ചെയ്യുന്നത് എന്ന് ആലോചിച്ചോളൂ. അത് റൂൾ 15 പ്രകാരമാണെങ്കിൽ അത് രജിസ്ട്രാർ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഒബ്ജക്റ്റീവ്, അതിൻ്റെ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഓഡിറ്ററാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അത് അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും അതിൻ്റെ സൗണ്ട്നെസ്സും വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ്, ഡി ക്ലാസ് എന്ന രീതിയിൽ 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ പിന്നീട് പഠിക്കും വിശദമായിട്ട്, അതൊന്നും നിങ്ങളിപ്പോൾ അറിയണ്ട കൂടുതലായിട്ട്. പിന്നീട് ഒരു ക്ലാസിഫിക്കേഷനാണ് സെക്ഷൻ 80 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്ഷൻ 80 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ. ഇത് ക്ലാസിഫൈ ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്, നിങ്ങൾ മറന്നു പോരുതേ, ഗവൺമെൻറ് ആണ്. ഇത് ഓരോ 3 വർഷം കൂടുമ്പോഴും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ എന്ത് ചെയ്യണം, ഗവൺമെൻറ് അതിൻ്റെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സും വെച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും, ക്ലാസിഫൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ സെക്ഷൻ 80 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വെച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് സെക്ഷൻ 80 പ്രകാരം. അതുപോലെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നു സെക്ഷൻ 64 പ്രകാരം. അതുപോലെ സെക്ഷൻ റൂൾ 15 പ്രകാരം ഇഫ് എനി ക്വസ്റ്റ്യൻ എറൈസസ് ഇൻ ദ റിലേഷൻ ടു ദി ക്ലാസിഫിക്കേഷൻ, അതായത് ഈ ഒരു സൊസൈറ്റി ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയം വരികയാണെങ്കിൽ അത് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരം ആർക്കുള്ളതാണ്, അത് രജിസ്ട്രാർക്കുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞാൽ സൊസൈറ്റിയെ 13 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 13 ടൈപ്പിൽ ഏത് ടൈപ്പിലാണ് ഇതിനെ ഉൾപ്പെടുത്തേണ്ടത് എന്ന് രജിസ്ട്രാർക്ക് സംശയമുണ്ടെങ്കിൽ അത് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്, രജിസ്ട്രാർക്ക് തന്നെയാണ്. രജിസ്ട്രാർക്ക് ഒരു സൊസൈറ്റിയെ അതിൻ്റെ രജിസ്ട്രാറുടെ പവർ ഉപയോഗിച്ച് ഏത് ടൈപ്പിലാണെന്നുള്ളത് തരംതിരിച്ച് എടുക്കാൻ പറ്റും. ഇനി ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഒരു സംശയമുണ്ടെങ്കിൽ അത് രജിസ്ട്രാർക്ക് തന്നെ അതിന്മേൽ തീരുമാനം എടുക്കാൻ പറ്റും. കാര്യം എന്തുകൊണ്ടാണ്, രജിസ്ട്രാറാണ് റൂൾ 15 പ്രകാരം എന്ത് ചെയ്യുന്നത്, സൊസൈറ്റികളെ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. സൊസൈറ്റികളെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ പഠിച്ചു കോപ്പറേറ്റീവ് സൊസൈറ്റികളെ റൂൾ 15 പ്രകാരം 13 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചോളൂ. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റൂൾ 15(1) പ്രകാരം ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു വിഭാഗം, ക്രെഡിറ്റ് കൊടുക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, വായ്പാ സൊസൈറ്റികൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗത്തെ നമ്മൾ എന്ത് ചെയ്ത് തിരിച്ചു. അതുപോലെ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ വീട് വെച്ച് നൽകുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി. അതുപോലെ ഇനിഷ്യേർഡ് കോപ്പറേറ്റീവ് ബാങ്ക്, എന്താ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ കീഴിൽ അതിൻ്റെ കീഴിൽ വരുന്ന റിസർവ് ബാങ്കിൻ്റെ പരിധിയിൽ വരുന്ന സൊസൈറ്റികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനിഷ്യേർഡ് കോപ്പറേറ്റീവ് ബാങ്ക്. പിന്നെ പറയുന്നു മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, എന്താ പറയുന്നത്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഉപഭോക്തൃ സഹകരണ സംഘങ്ങൾ. അതുപോലെ ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എന്താണ്, കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സംഘങ്ങൾ. അതുപോലെ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഉൽപാദക സംഘങ്ങൾ. അതുപോലെ ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ SC/ST കോപ്പറേറ്റീവ് സൊസൈറ്റി, SC/ST വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. അതുപോലെ എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, വിദ്യാഭ്യാസ സഹകരണ സംഘങ്ങൾ. അതുപോലെ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി, നമ്മുടെ ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി അറിയില്ലേ, നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ എന്താണ് ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ. നമ്മൾ പഠിച്ചു ICAയിൽ ഈ അടുത്ത് എന്ത് ചെയ്തു, നമുക്ക് അവർക്ക് മെമ്പർഷിപ്പ് ലഭിക്കുകയുണ്ടായി എന്ന് പറഞ്ഞു. അതുപോലെ ലേബർ കോൺട്രാക്ട്. അതുപോലെ വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി, വുമൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി. ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി, വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണിത്, ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി. അതുപോലെ മിസ്ലേനിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എന്താ പറയുന്നത്, ഇതിലൊന്നും പെടാത്ത മറ്റ് തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി. 12ാമത്തെ ക്ലാസിഫിക്കേഷനാണ്. ഇനി അവസാനത്തെ, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഏറ്റവും അവസാനമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ത്, മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താ, മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ആദ്യത്തെ വിഭാഗം ഏതാണ്, ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. 12ാമത്തെ വിഭാഗം മിസ്ലേനിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. 13ാമത്തെ വിഭാഗം ഏതാണ്, മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. വിവിധോദ്ദേശ കോപ്പറേറ്റീവ് സൊസൈറ്റി, വിവിധ ഉദ്ദേശ സഹകരണ സംഘങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ 13 തരത്തിലാണ് റൂൾ 15 പ്രകാരം രജിസ്ട്രാർ ആ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ അതിൻ്റെ ടൈപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി.
ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കുക, 15(1) പ്രകാരം ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഈ റൂൾ 15(1)A പ്രകാരം ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇതാണ്. റൂൾ 15(1)A എന്ന് പറയുന്നത് ഇനിഷ്യേർഡ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇനിഷ്യേർഡ് കോപ്പറേറ്റീവ് ബാങ്ക് കംസ് അണ്ടർ വിച്ച് റൂൾ ഓഫ് ദി KCS ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂൾ 15(1)A ആണ് ഏതിൻ്റെ ക്ലാസിഫിക്കേഷൻ? ഇനിഷ്യേർഡ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് മറന്നു പോവാതിരിക്കുക. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഏതാണ്? റൂൾ 15(1)A ആണ് ഏത്? ഇനിഷ്യേർഡ് കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. നമ്മൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതായിരിക്കുന്ന ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ നമ്മൾ എന്ത് ചെയ്തു? 3 തിരിച്ചു. ഏതൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിങ് ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ലോൺസ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിങ് ലോങ് ടൈം ലോൺസ്, അതുപോലെ അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. അങ്ങനെ 3 തരത്തിലാണ് രജിസ്ട്രാർ റൂൾ 15 പ്രകാരം ക്രെഡിറ്റ് സൊസൈറ്റികളെ എന്ത് ചെയ്തിരിക്കുന്നത്? തരം തിരിച്ചിരിക്കുന്നത്. അതിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിങ് ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം എന്ന് പറയുന്നത് 3 ടയറിലാണ് പ്രവർത്തിക്കുന്നത്. 3 ടയർ, 3 ഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത്. അതായത് എന്താണ്? ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ എന്താണ് 3 ഘട്ടത്തിൽ ഒരു പിരമിഡിക്കൽ സ്ട്രക്ചറിലാണ് പ്രവർത്തിക്കുന്നത്. PACS, എന്താണ് DCB, അതുപോലെ എന്താണ് കേരള ബാങ്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നറിയപ്പെടുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ പേര് കേരള ബാങ്ക് എന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ ഇരിക്കുന്നത്. നോക്ക്, അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ അതിൻ്റെ സെൻട്രലിൽ DCB. ഇപ്പോൾ ഏത് മാത്രമേ ഉള്ളൂ? മലപ്പുറം മാത്രമേ ഉള്ളൂ അല്ലേ? ബാക്കിയുള്ള എല്ലാം ഏതുമായിട്ട് ലയിച്ചു? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ലഭിച്ചു. അതുപോലെ പ്രൈമറി സൊസൈറ്റികളായിട്ട് നമ്മൾ എന്തുണ്ട്? കുറച്ച് നമ്മുടെ PACSകളുണ്ട്, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ഈ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സെക്ഷൻ 2OAA പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. അത് ഏതൊക്കെയാണ്? PACS ഉണ്ട്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, അതുപോലെ റൂറൽ ബാങ്ക് ഉണ്ട്, അതുപോലെ റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്. പിന്നെ അവസാനം നമ്മൾ പഠിച്ചു ഫാമേഴ്സ് സർവീസ് സൊസൈറ്റി. എന്താണ് ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി എന്ന് നിങ്ങൾക്കറിയാം. കുറച്ചുകൂടെ വലിയ ഏരിയ ഓഫ് ഓപ്പറേഷനുള്ള എന്താണ് വലിയ സംഘങ്ങളാണ്. അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരാണ്? MD ആണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ FSSനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ക്ലാസ്സുകളിൽ നമുക്ക് പറയാം. ഇപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട. ഈ വിഭാഗത്തിലുള്ള PACS, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, റൂറൽ ബാങ്ക്, അതുപോലെ റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക്, FSS, അങ്ങനെ 5 ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഏതിൽ വരുന്നത്? ഈ പറയുന്ന പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികളിൽ വരുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, താഴെ പറയുന്നതിൽ ഏതാണ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അല്ലാത്തത്? അത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഏത് പഠിച്ചു? 2AA പഠിച്ചപ്പോൾ പഠിച്ചില്ലേ? അത് നിങ്ങൾ ഓർത്തുകൊള്ളുക. ഇനി ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ നമ്മൾ KS കാർഡ് ബാങ്ക് ഇപ്പോൾ പരീക്ഷ എഴുതുന്നില്ലേ? അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കും. അപ്പോൾ നിങ്ങൾ അറിയുക, നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്യുന്നു? ലോങ് ടൈം ക്രെഡിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി, ദീർഘകാല വായ്പകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 സൊസൈറ്റികളാണ് പ്രവർത്തിക്കുന്നത്. അത് ടോപ്പ് ലെവലിൽ അപ്പെക്സ് സൊസൈറ്റി ആയിട്ട്, ഇതെന്താണ്? 2 ടയർ സ്ട്രക്ചറിലാണ് പ്രവർത്തിക്കുന്നത്. ആ 2 ടയർ സ്ട്രക്ചറിൽ അപ്പെക്സ് ലെവലിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും, അതുപോലെ പ്രൈമറി സ്ട്രക്ചറിൽ PCARDB, എന്താ? പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. അത് താലൂക്ക് ലെവലിൽ പ്രവർത്തിക്കുന്നു, ഇത് സ്റ്റേറ്റ് ലെവലിൽ പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. അതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ട് നമ്മൾ എവിടെ പഠിക്കും? നമ്മൾ കോർപ്പറേഷൻ പഠിക്കും. ഇനി അടുത്ത് വരുന്നു അതർ പ്രൈമറി സൊസൈറ്റി. ഇവിടെ നമ്മൾ നോക്കണം, ഇതിൽ 2 ഉൾപ്പെടാത്ത മറ്റുള്ള പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഏതൊക്കെയാണ്? റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി, അതുപോലെ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് അല്ലേ? അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റി. ഈ 4 കാറ്റഗറി ഏതിൽ വരുന്നു? അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി വരുന്നു. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് നമ്മളൊരു കോഡ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ കോഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. എന്താണ്? ഗ്രാമത്തിൽ വന്ന് കൃഷി ചെയ്തു, പട്ടണത്തിൽ പോയി ജോലി ചെയ്തു. അപ്പോൾ ഗ്രാമത്തിൽ വന്ന് കൃഷി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഗ്രാമത്തിൽ കൃഷി ചെയ്തിട്ട് പട്ടണത്തിൽ പോയി ജോലി ചെയ്തു. ഇത് ആലോചിച്ചാൽ മതി. ഗ്രാമത്തിൽ, റൂറൽ, ഗ്രാമം അല്ലേ? ഗ്രാമത്തിൽ കൃഷി ചെയ്തു. ഒരാൾ ഗ്രാമത്തിൽ വന്ന് എന്ത് ചെയ്തു? കൃഷി ചെയ്തിട്ട് പിന്നെ അയാൾ എന്ത് ചെയ്യുന്നു? രാവിലെ എണീറ്റ് കൃഷി ചെയ്തിട്ട് അയാൾ പട്ടണത്തിൽ പോയി എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നു. അപ്പോൾ എന്തായി? റൂറൽ അഗ്രികൾച്ചറൽ അർബൻ എംപ്ലോയീസ് ആയി. അപ്പോൾ ഇത് ആലോചിച്ചോളണം. ഒരാൾ എന്ത് ചെയ്തു?
ഒരാൾ എന്ത് ചെയ്തു? ഗ്രാമത്തിൽ കൃഷി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഗ്രാമത്തിൽ കൃഷി ചെയ്തിട്ട് പട്ടണത്തിൽ പോയി ജോലി ചെയ്തു. അപ്പോൾ എന്തായി? റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയി, അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി ആയി, ഈ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയി, അതുപോലെ എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റി ആയി. അപ്പോൾ ഈ കോഡ് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് അതർ പ്രൈമറി സൊസൈറ്റി പരീക്ഷ ചിലപ്പോൾ ചോദിക്കും. എന്താ ചോദിക്കണേ? താഴെ പറയുന്നവയിൽ അതർ പ്രൈമറി സൊസൈറ്റി, അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ഉദാഹരണം ഏതാണ്, അല്ലെങ്കിൽ അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ആലോചിച്ചോളണം. എന്താണ്? ഗ്രാമത്തിൽ കൃഷി ചെയ്തിട്ട് പട്ടണത്തിൽ പോയി ജോലി ചെയ്തു, അത് ആലോചിച്ചാൽ മതി. റൂറൽ, അഗ്രികൾച്ചറൽ, അർബൻ എംപ്ലോയീസ്, ഈ 4 തരത്തിലുള്ള സൊസൈറ്റികളെ അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികളിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ ക്രെഡിറ്റ് സൊസൈറ്റികളെ നമ്മുടെ നിയമപ്രകാരം, നമ്മുടെ റൂൾ 15 പ്രകാരം എത്രയായിട്ട് തിരിച്ചു? 3 തിരിച്ചു എന്ന് ആലോചിച്ചോളണം. പരീക്ഷ ചിലപ്പോൾ ചോദിക്കുക ആസ് പെർ റൂൾ 15 the credit cooperative societies in Kerala are classified into എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ into 3 ആണ്, 3 ആണ്. അതുപോലെ ഷോർട്ട് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 3 ടയർ ആണ്. ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ടയർ ആണ്. അതർ പ്രൈമറി സൊസൈറ്റി സിംഗിൾ ടയർ ആണ്. ഇതെല്ലാം സിംഗിൾ ആണ് കേട്ടോ. ഇതെല്ലാം സിംഗിൾ ടയറിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റികളാണെന്ന് മനസ്സിലായി. ഇനി അടുത്തതിലേക്ക് പോകാം. ക്രെഡിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ പിന്നീട് പറഞ്ഞ ഹൗസിംഗ് ആണ്. നമ്മൾ പറഞ്ഞ എന്താണ്? 1A പറയുന്നു ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇത് 2 ടയറിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ ഇതിന്റെ അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ 1970 സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളമാണ്. അപ്പോൾ ഈ പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റികളെ 5 തിരിച്ചിട്ടുണ്ട്. ആ 5 വിഭാഗത്തിനെ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അവസാനം, അതായത് ഈ ക്ലാസിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. അപ്പോൾ ഇപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ നിന്ന് ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ്? 1A പ്രകാരം എന്ത് ചെയ്യുന്നു? ഇൻഷ്യേർഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. ആ ക്രെഡിറ്റിൻ്റെ ഒരു വകഭേദമാണ് 1A എന്ന് പറയുന്നത്. 1 ക്രെഡിറ്റ് സൊസൈറ്റികളാണ്. 1Aയിൽ പറയുന്നു ഹൗസിംഗ് സൊസൈറ്റി, 1Aയിൽ പറയുന്നു എന്താണ്? ഇൻഷ്യേർഡ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇൻഷ്യേർഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നു. അത് മാത്രമല്ല നമ്മുടെ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ പിന്നെ അതിൻ്റെ പരിധിയിൽ വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവരുടെ ഡെപ്പോസിറ്റേഴ്സിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന അത്തരത്തിലുള്ള സൊസൈറ്റികളെയാണ്, അത്തരത്തിലുള്ള ബാങ്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻഷ്യേർഡ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ കഴിഞ്ഞ അപ്പെക്സ് സൊസൈറ്റിയുടെ പരീക്ഷയ്ക്ക് ചോദിച്ചു ഇൻഷ്യേർഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു. അത് ഏതാണ്? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ? അല്ല. അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതിലാണ് വരുന്നത്? അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലാണ് വരുന്നത്. എന്നാൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എവിടെ വരും? ഇൻഷ്യേർഡ് കോപ്പറേറ്റീവ് ബാങ്കിൽ വരും എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് അപ്പോൾ അറിയാം അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പിന്നീട് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നു മാർക്കറ്റിംഗ്, പ്രോസസ്സിംഗ്, അതുപോലെ അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഇത് 2ാമത്തെ ക്ലാസിഫിക്കേഷനാണ്. ക്രെഡിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നു എന്താണ്? മാർക്കറ്റിംഗ്, പ്രോസസ്സിംഗ്, അതുപോലെ തന്നെ അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അപ്പോൾ ആ മാർക്കറ്റിംഗ്, പ്രോസസ്സിംഗ്, അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റികളുടെ ക്ലാസിഫിക്കേഷനാണ് മാർക്കറ്റിംഗ് സൊസൈറ്റി, അതുപോലെ പ്രോസസ്സിംഗ് സൊസൈറ്റി, അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അപ്പോൾ ഇതിലെ ഓരോ ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. മാർക്കറ്റിംഗ് സൊസൈറ്റികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് 3 ടയർ സ്ട്രക്ചറിലാണ്. മറന്നു പോരുത്, നേരത്തെ 2 ടയർ ആയിരുന്നു, ഇപ്പോൾ അതെന്തായി? 3 ടയർ ആയെന്ന് ആലോചിച്ചോളൂ. അതിൽ മാർക്കറ്റ് ഫെഡ് ഏതാണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, എറണാകുളം ആസ്ഥാനമായിട്ടുള്ള മാർക്കറ്റിംഗ് ഫെഡറേഷൻ 1960 സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ സെൻട്രൽ സൊസൈറ്റി ആയിട്ട് എന്ത് വരുന്നു? എന്താണ്? കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഹാവിങ് മോർ ദാൻ 1 ഡിസ്ട്രിക്ട് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ ഒന്നിലധികം എന്താണ് ജില്ല ഏരിയ ഓഫ് ഓപ്പറേഷനുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റികൾ അതിൻ്റെ സെൻട്രൽ ലെവലിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതൊരു ഫെഡറൽ സൊസൈറ്റിയാണ്. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 3 ടയർ സ്ട്രക്ചറിലാണ് മാർക്കറ്റിംഗ് സൊസൈറ്റികൾ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ പ്രൈമറി മാർക്കറ്റിംഗ് സൊസൈറ്റി. അപ്പോൾ മാർക്കറ്റിംഗ് സൊസൈറ്റി 3 ടയറിൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെ അപ്പെക്സ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റി കേരളത്തിൽ 2 എണ്ണമാണ് ഉള്ളത്. ഒന്ന് ഏതാണ്? മാർക്കറ്റ് ഫെഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എറണാകുളം ആസ്ഥാനമായുള്ളത്. അതുപോലെ റബ്ബർ മാർക്ക്, എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, അതും എറണാകുളം തന്നെയാണ് ആസ്ഥാനം. അപ്പോൾ അത് 2 മനസ്സിലാക്കിക്കൊള്ളണം. റബ്ബർ മാർക്കിൻ്റെ ആസ്ഥാനം എറണാകുളം 1971 സ്റ്റാർട്ട് ചെയ്തു. അത് 2 ടയർ സ്ട്രക്ചറിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊള്ളണം. 2 ടയർ സ്ട്രക്ചറാണ്. നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ പറയുന്ന എത്ര ടയറിലാണ് പ്രവർത്തിക്കുന്നത്, ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്
അപ്പെക്സ് എവിടെയാണ്, ഇത് എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിനെ പറ്റി വിശദമായിട്ടുള്ളൊരു ചാർട്ട് നമുക്ക് കോർപ്പറേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് നിങ്ങളുടെ ഓർമ്മയിൽ വെക്കാനാണ്. ഇതെല്ലാം കൂടി നിങ്ങൾ പഠിക്കണമെന്നില്ല. നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. മാർക്കറ്റ് ഫെഡ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സൊസൈറ്റി കേരളത്തിൽ എത്ര ടയറിൽ പ്രവർത്തിക്കുന്നു, എത്ര ഘട്ടത്തിൽ പ്രവർത്തിക്കുന്നു വെച്ചാൽ 3 ടയർ ആണെന്ന് മറന്നു പോകാതിരിക്കുക. അതേസമയം റബ്ബർ മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ 2 ടയർ സ്ട്രക്ചറിലാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനും അതുപോലെ എന്താണ് നമ്മുടെ അതിൻ്റെ പ്രൈമറി മാർക്കറ്റിംഗ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനുകളും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. പ്രോസസ്സിംഗ് സൊസൈറ്റി എന്താണ്? ഈ പ്രോസസ്സിംഗ് സൊസൈറ്റികളെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ്, അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ്, അതുപോലെ അതർ പ്രോസസ്സിംഗ് സൊസൈറ്റി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, അല്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റി, അല്ലെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റി, ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ വിശദമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ പ്രോസസ്സിംഗ് സൊസൈറ്റിയിൽ പെടുന്നത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം. കേര ഫെഡ് ഏതിൽ വരുന്നതാണ്? അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ്. മറന്നു പോരുത്. താഴെ പറയുന്നവയിൽ ഏതാണ് അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റി എന്ന് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ നിങ്ങൾ എഴുതി തെറ്റിക്കരുത്. ഇത് ഏതാണ്? കേര ഫെഡ് ആണ്. 1987 തിരുവനന്തപുരം ആസ്ഥാനമാക്കി സ്റ്റാർട്ട് ചെയ്തു. കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ എന്നാണ് ഏതിൻ്റെ ഫുൾ ഫോം? കേരഫെഡിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അത് മനസ്സിലായി. ഇനി അതിന് ഈ കേരഫെഡ് സിംഗിൾ ടയർ സ്ട്രക്ചറിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ അഗ്രികൾച്ചർ പ്രോസസ്സിംഗ് പ്രൈമറി ലെവലിൽ പ്രവർത്തിക്കുന്ന ടീ, അതുപോലെ ഓയിൽ ക്രഷിംഗ്, ഷുഗർ പ്രൈമറി സൊസൈറ്റികളൊക്കെ ഉണ്ട്. അതൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ പഠിക്കേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കേരഫെഡ് എന്താണ്? അതൊരു അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ്. അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് പ്രോസസ് ചെയ്യുന്നു. അഗ്രികൾച്ചർ തേങ്ങയല്ലേ പ്രോഡക്റ്റ് ആക്കി കേര എന്ന് പറഞ്ഞിട്ട് വെളിച്ചെണ്ണയാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതൊരു അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റി ആണെന്ന് ആലോചിച്ചോളണം. ഇനി നമ്മൾ വരുന്നു രണ്ടാമത്തത് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ്. അപ്പോൾ ഇതിൽ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്ഫെഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ, അതുപോലെ കാപ്പെക്സ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷനാണ് കാപ്പെക്സ്. അതുപോലെ കേരള സ്റ്റേറ്റ് സെറികൾച്ചർ ഫെഡറേഷനാണ് ഏതെന്ന് പറയുന്നത്? സെറിഫെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ടെക്സ്ഫെഡ്, കാപ്പെക്സ്, സെറിഫെഡ് ഈ 3 സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് വളരെ എളുപ്പമായിട്ട് നിങ്ങൾ പഠിക്കാം. TCS എന്താണ്? TCS എന്താണ്? ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന് ആലോചിച്ചാൽ മതി. എളുപ്പം അതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പേരാണ് അല്ലേ? ടാറ്റ കൺസൾട്ടൻസി സർവീസ്, TCS എന്ന് പറയുന്ന വാക്ക്. അത് പഠിക്കാൻ പാടാണെങ്കിൽ TCS എന്ന് തന്നെ ആലോചിച്ചോളൂ. T മീൻസ് ടെക്സ്ഫെഡ്, C മീൻസ് കാപ്പെക്സ്, അതുപോലെ എന്താണ് നമ്മുടെ S മീൻസ് സെറിഫെഡ്. ഇത് എന്ത് ചെയ്തു? ലിക്വിഡേറ്റ് ചെയ്ത് പോയി എന്നുള്ളതാണ്. തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള സ്ഥാപനമാണ്. അതുപോലെ കാപ്പെക്സിൻ്റെ ആസ്ഥാനം കൊല്ലമാണ്. കൊല്ലം, അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അതുപോലെ നമ്മുടെ ഏതാണ്? ടെക്സ്ഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പോൾ ഇത്രയും ഈ പറയുന്ന ഈ 3 സ്ഥാപനങ്ങളാണ് ഏതിൽ വരുന്നത്? ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റിയിൽ വരുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ആലോചിച്ചോളൂ. അപ്പോൾ നമ്മളിവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയാണ്. താഴെ പറയുന്നതിൽ ഏതാണ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റി അല്ലാത്തതെന്ന് ചോദിച്ചിട്ട് ഏതൊക്കെ തരും? ടെക്സ്ഫെഡും സെറിഫെഡും കാപ്പെക്സും അതുപോലെ തന്നെ കേരഫെഡും തരും. അപ്പോൾ നമ്മൾ കേരഫെഡ് എന്ന് എഴുതും. അതുപോലെ തന്നെ താഴെ പറയുന്നതിൽ ഏതാണ് അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റി എന്ന് തന്നിട്ട് കേരഫെഡും ടെക്സ്ഫെഡും കാപ്പെക്സും സെറിഫെഡും കൂടെ തരും. അപ്പോൾ നമ്മൾ കേരഫെഡ് എന്ന് എഴുതും. അപ്പോൾ ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചോളാം. ഈ TCS എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണെന്ന്. ഇൻഡസ്ട്രിയാണ് TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസ്. അത് ആലോചിച്ചോളാം. അതെന്താണ്? ഇൻഡസ്ട്രിയാണ്. ഈ ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുന്നത് ഞാൻ പഠിച്ചു വെച്ചേക്കുന്ന എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കോഡ് ഉണ്ടാക്കി നിങ്ങൾക്കത് പഠിക്കാം. TCS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ്. ഇൻഡസ്ട്രി, ടാറ്റ എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രി അല്ലേ? അപ്പോൾ TCS എന്താണ്? ഇൻഡസ്ട്രിയൽ എന്താണ് പിന്നെ പ്രോസസ്സിംഗ് സൊസൈറ്റിയിൽ വരുന്നതാണ്. ഏത്? ടെക്സ്ഫെഡ്, അതുപോലെ കാപ്പെക്സ്, കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ, അതുപോലെ ഏത്? സെറിഫെഡ്. അപ്പോൾ ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മനസ്സിലാക്കി വെച്ചോളണം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. ഇനി നമ്മൾ വരുന്നു മൂന്നാമത്തെ വിഭാഗം, അതർ പ്രോസസ്സിംഗ് സൊസൈറ്റി. അപ്പോൾ പ്രോസസ്സിംഗ് സൊസൈറ്റിയുടെ 3 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിച്ചത്. അഗ്രികൾച്ചർ പ്രോസസ്സിംഗ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ്, അതുപോലെ അതർ പ്രോസസ്സിംഗ്. ഈ അതർ പ്രോസസ്സിംഗിൽ ഒരേ ഒരു സൊസൈറ്റി മാത്രമേ ഉള്ളൂ, ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ പരീക്ഷയിൽ ഇപ്പോൾ ചോദിക്കും താഴെ പറയുന്നതിൽ ഏതാണ് അതർ പ്രോസസ്സിംഗ് സൊസൈറ്റി എന്ന് ചോദിച്ചാൽ ഏതാണ്? ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അതർ പ്രോസസ്സിംഗ് സൊസൈറ്റിയിൽ വരുന്നത്. ഇത് സാധാരണ നമ്മൾ കഴിഞ്ഞ അപ്പെക്സ് സൊസൈറ്റിയുടെ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചത് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. താഴെ പറയുന്നതിൽ ഏതാണ്
പ്രോസസ്സിംഗ് സൊസൈറ്റി ആയിട്ടുള്ളത് എന്നുള്ളതായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ KRFED ആണ് ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് അത് സിംഗിൾ ആയതുകൊണ്ട് തന്നെ അത് ഒരെണ്ണേ ഉള്ളൂ. ഇതിൽ 3 എണ്ണം ഉണ്ട്: ടെക്സ്ഫെഡ്, കാപ്പെക്സ്, സെറിഫെഡ്. TCS ആലോചിച്ചോളേ, TCS മറന്നു പോരുതേ. TCS വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എപ്പോഴും വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, എവിടെയെങ്കിലും എഴുതി വെച്ച് പഠിക്കുക. ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് ആണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ്. ടെക്സ്ഫെഡ്, അതുപോലെ എന്താണ് കാപ്പെക്സ്, അതുപോലെ സെറിഫെഡ്. ഓക്കെ, KRFED സിംഗിൾ ടയർ സ്ട്രക്ചറിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അതുപോലെ ഈ കാപ്പെക്സ് കേരള സ്റ്റേറ്റ് കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ആണ്. ഇത് എവിടെയാണ്? 1984 കൊല്ലത്താണ് സ്ഥാപിച്ചതെന്ന് ആലോചിച്ചോളാം. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അതർ പ്രോസസ്സിംഗ് സൊസൈറ്റിയിൽ ഉദാഹരണമാണ് ഏത്? ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി അടുത്തതിലേക്ക് നമ്മൾ വരുന്നു. അടുത്ത എന്താണ്? മാർക്കറ്റിംഗ്, പ്രോസസ്സിംഗ്, അഗ്രോ ഇൻഡസ്ട്രിയൽ വിഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത് അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അപ്പോൾ അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി കേരളത്തിൽ എത്ര ടയറിലാണ് പ്രവർത്തിക്കുന്നത്? 2 ടയറിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ആലോചിച്ചോളുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മോൾത്തട്ടിൽ വരുന്ന ഫെഡറൽ സൊസൈറ്റികളാണ്. ഈ ഫെഡറൽ സൊസൈറ്റി നമ്മുടെ കേരളത്തിലെ 3 തരത്തിലുള്ള ഫെഡറൽ സൊസൈറ്റികളെ ഉള്ളൂ. 3 ടൈപ്പ് ഫെഡറൽ സൊസൈറ്റിയേ ഉള്ളൂ. ഒന്ന് റൈറ്റ്കോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്, റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രീസ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. അതെന്ന് പറയുന്നത് കണ്ണൂരാണ് അതിൻ്റെ ആസ്ഥാനം. 1972 സ്റ്റാർട്ട് ചെയ്തു. ഇത് 2 ടയർ സ്ട്രക്ചറിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ റെപ്കോ എന്ന് പറഞ്ഞാൽ റബ്ബർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ്. എന്താണ്? കേരള റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. അത് 1997 സ്റ്റാർട്ട് ചെയ്തു. ഇത് കണ്ണൂർ തന്നെയാണ് ഇതിൻ്റെ 2ൻ്റെ ആസ്ഥാനം. അതുപോലെ ഒരു ഫെഡറൽ സൊസൈറ്റി ഇവിടെ ഉണ്ട്. ഇത് തന്നെയാണ് അതിൻ്റെ ഫെഡറൽ സൊസൈറ്റി. അതാണ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഹാവിംഗ് മോർ ദാൻ 1 ഡിസ്ട്രിക്ട് അസറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ 3 ഫെഡറൽ സൊസൈറ്റികളാണ് നമുക്ക് കേരളത്തിൽ ഉള്ളത് എന്ന് ആലോചിച്ചോളാം. അപ്പോൾ താഴെ പറയുന്നതിൽ ഫെഡറൽ സൊസൈറ്റി ആയത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റൈറ്റ്കോയും റെപ്കോയും അതുപോലെ ഏത് ഈ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ തന്നിട്ട് ആൾ ഓഫ് ദീസ് കണ്ടു കഴിഞ്ഞാൽ ഇത് 3 കൂടെ ആണെന്നുള്ളത് ആലോചിച്ചോളാം. അപ്പോൾ ഫെഡറൽ സൊസൈറ്റി ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഏതൊക്കെയാണ്? റൈറ്റ്കോ, റെപ്കോ, അതുപോലെ ഏതാണ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഹാവിംഗ് മോർ ദാൻ 1 ഡിസ്ട്രിക്ട് അസറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഇനി അടുത്തതിലേക്ക് വരുന്നു. ഇതിൻ്റെ പ്രൈമറി സൊസൈറ്റിയാണ് പ്രൈമറി അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. പ്രൈമറി അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അപ്പോൾ അത് മനസ്സിലായി. അപ്പോൾ റൈറ്റ്കോ അതുപോലെ റെപ്കോ നമ്മൾ പഠിച്ചു, ഫെഡറൽ സൊസൈറ്റികളാണെന്ന് പഠിച്ചു. അതുപോലെ റൈറ്റ്കോ, റെപ്കോ എന്ന് പറഞ്ഞാൽ റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രീസ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. അതുപോലെ കേരള റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ റെപ്കോ എന്ന് പറയുന്നത്. അത് എൻ്റെ ആസ്ഥാനം 2ൻ്റെയും ആസ്ഥാനം കണ്ണൂർ തന്നെയാണെന്ന് നമുക്കറിയാം. 1972 റൈറ്റ്കോ തുടങ്ങിയെങ്കിൽ 1997 ഏത് തുടങ്ങുന്നത്? റെപ്കോ തുടങ്ങുന്നതെന്ന് ആലോചിച്ചോളാം. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ 2ാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 3ാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. കൺസ്യൂമർ മീൻസ് ഉപഭോക്തൃ സഹകരണ സംഘങ്ങൾ. ഉപഭോക്തൃ സഹകരണ സംഘങ്ങൾ കേരളത്തിൽ എത്ര ടയറിലാണ് പ്രവർത്തിക്കുന്നത്? 3 ടയറിലാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അപ്പെക്സിൽ വരുന്നതാണ് കൺസ്യൂമർ ഫെഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. ഏതാണ്? 1965 സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ആസ്ഥാനം എറണാകുളമാണ്. അപ്പോൾ അത് നമുക്കറിയാം. ഇനി അടുത്തത് അതിൻ്റെ സെൻട്രൽ വരുന്നു DWCS. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ. അതാണ് ഏതെന്ന് പറയുന്നത്? DWCS. അതിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ വരുന്നു പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ. പ്രൈമറി കോപ്പറേറ്റീവ് സ്റ്റോറുകൾ, കൺസ്യൂമർ സ്റ്റോറുകൾ വരുന്നു. അപ്പോൾ അങ്ങനെ 3 ടയറിലാണ് കൺസ്യൂമർ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്നത്. ഇനി 4ാമത്തത് നോക്കാം. ഫാമിംഗ് സൊസൈറ്റി. ഫാമിംഗ് സൊസൈറ്റികളെ നമ്മൾ എത്രയായിട്ട് തിരിച്ചു? 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1 ബെറ്റർ ഫാമിംഗ് സൊസൈറ്റി, 2 ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റി, 3 ടെനന്റ് ഫാമിംഗ് സൊസൈറ്റി, 4 കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റി. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. നമുക്ക് ഈ ക്ലാസ്സിൻ്റെ അവസാനം നമുക്ക് എന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് പ്രൊഡ്യൂസർ സൊസൈറ്റിയിലേക്കാണ്. കേരളത്തിലെ പ്രൊഡ്യൂസർ സൊസൈറ്റി ഉൽപ്പാദന സഹകരണ സംഘങ്ങൾ ഏതെല്ലാമാണ്? ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിൽ നിന്നാണ് സാധാരണ ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മൾ നേരത്തെ പ്രോസസ്സിംഗ് സൊസൈറ്റികൾ പഠിച്ചില്ലേ? അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഏത്? ഈ പ്രൊഡ്യൂസർ സൊസൈറ്റി. ഇതിൽ ഏതാണ് പ്രൊഡ്യൂസർ സൊസൈറ്റി അല്ലാത്തത്, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് പ്രൊഡ്യൂസർ സൊസൈറ്റി ആയത് എന്നൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോളണം. എന്താണ് കയർഫെഡ്? എന്താണ് കയർഫെഡ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഇതിൻ്റെ ആസ്ഥാനം ആലപ്പുഴയാണ്. 1979 സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ഹാൻഡെക്സ്. എന്താണ്? കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വ്യൂവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. 1961 സ്റ്റാർട്ട് ചെയ്തു. ഈ ഹാൻഡെക്സിൻ്റെ വർഷം ഒരുപാട് PSC പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഉറപ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം? നിങ്ങളത് മാർക്ക് ചെയ്തിട്ട് പഠിച്ചോളാം. ഹാൻഡെക്സിൻ്റെ വർഷം 1961. പരീക്ഷയ്ക്ക് ഇപ്പോഴത്തെ അപ്പെക്സ് സൊസൈറ്റിയുടെ പരീക്ഷയ്ക്ക് അത് ഉറപ്പായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളത് പഠിച്ചോളാം. അതുപോലെ മത്സ്യഫെഡ് 1984 സ്റ്റാർട്ട് ചെയ്തു. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് എന്നാണ് മത്സ്യഫെഡിൻ്റെ ഫുൾ ഫോം. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അതും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ചോളുക. അതുപോലെ മിൽമ 1980 തുടങ്ങി, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അതുപോലെ സുരഫി. എന്താണ് സുരഫി? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് ഫെഡറേഷൻ. അതാണ് ഏതെന്ന് പറയുന്നത്? സുരഫി 1964 തുടങ്ങി. അപ്പോൾ ഇത്രയും സൊസൈറ്റികളെയാണ്
ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 എണ്ണം നിങ്ങൾ പഠിച്ചോളണം. ഇത് 5 എണ്ണം പഠിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കോഡ് എന്ന് പറയുന്നത് CHMMS. എന്താണ്? CHMMS. എന്താണ് CHMMS? എന്താ? C മീൻസ് കയർ ഫെഡ്, H മീൻസ് ഹാൻഡെക്സ്, M മീൻസ് മത്സ്യ ഫെഡ്, മിൽമ, M, S എന്ന് പറയുന്നത് എന്താണ്? സുരഭി. അങ്ങനെ CHMMS എന്ന് ആലോചിച്ചോളൂ. CHMMS എന്ന് ആലോചിച്ചോളൂ. CHMMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? CHMMS എന്താണ് ഉദ്ദേശിക്കുന്നത്? കയർ ഫെഡ്, ഹാൻഡെക്സ്, മത്സ്യ ഫെഡ്, മിൽമ, സുരഭി. ഇപ്പോൾ ഇതെല്ലാം ആലോചിച്ചോളണം. സുരഭി എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ഫെഡറേഷനാണ് സുരഭി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷനാണ് ഉദ്ദേശിക്കുന്നത്. സുരഭി ഉണ്ട്, കൈരളി ഉണ്ട്. കൈരളി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഏതെന്ന് പറയുന്നത്? കൈരളി എന്ന് പറയുന്നത്. സുരഭി എന്ന് പറഞ്ഞാൽ അതല്ല, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സുരഭി എന്ന് വിളിക്കുന്നത്. 1964 സ്റ്റാർട്ട് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇത് ഇത്രയാണ് ഏതെന്ന് പറയുന്ന പ്രൊഡ്യൂസർ സൊസൈറ്റി ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. CHMMS മനസ്സിൽ വെച്ചേക്കുക. ഇതിൻ്റെ താഴെ സെൻട്രൽ സൊസൈറ്റികളും പ്രൈമറി സൊസൈറ്റികളും ഉണ്ട്. ഇതിനെല്ലാം സെൻട്രൽ സൊസൈറ്റി ഇപ്പം മിൽമയ്ക്കാണെങ്കിൽ എന്തുണ്ട്? റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഉണ്ട്. അതുപോലെ ആപ്കോ സംഘങ്ങളുണ്ട് പ്രൈമറി ലെവലിൽ. അപ്പോൾ അത്തരത്തിലാണ് പ്രൊഡ്യൂസർ സൊസൈറ്റി. ഉൽപ്പാദക സംഘങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? 5 തരത്തിലാണുള്ളത്. CHMMS ആലോചിച്ചോളുക. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക്. അപ്പോൾ 3, 4 എന്തായി? 5 ക്ലാസിഫിക്കേഷനായി. 13 എണ്ണമാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ അടുത്തതിലേക്ക് പോവാം. എത്രയാണ്? ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 2 ടയർ സ്ട്രക്ചറിലാണ് പ്രവർത്തിക്കുന്നത്. ഹോസ്പിറ്റൽ ഫെഡ് ആണ് എന്തെന്ന് പറയുന്നത്? അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ. ഇത് ആസ്ഥാനം എറണാകുളമാണ്. 1999 സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പ്രൈമറി സൊസൈറ്റിയാണ് ഹോസ്പിറ്റൽ, അതുപോലെ ഡിസ്പെൻസറി സൊസൈറ്റി. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലായി. ഇനി അടുത്ത 7ാമത്തെ ക്ലാസിഫിക്കേഷനിൽ പോകുന്നു. SC/ST സൊസൈറ്റികൾ. എന്താ SC/ST സൊസൈറ്റികൾ? ഷെഡ്യൂൾഡ് കാസ്റ്റ്, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സൊസൈറ്റികളാണ് SC/ST സൊസൈറ്റികൾ. അത് 2 ടയർ സ്ട്രക്ചറിലാണ് പ്രവർത്തിക്കുന്നത്. SC/ST ഫെഡ് അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. 1981 സ്റ്റാർട്ട് ചെയ്ത SC/ST ഫെഡാണ് അതിൻ്റെ അപ്പെക്സ് സൊസൈറ്റി. അതിൻ്റെ പ്രൈമറി ലെവലിൽ പ്രൈമറി SC/ST സൊസൈറ്റികളുണ്ട്. അപ്പോൾ SC/ST വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അത് 7ാമത്തെ ക്ലാസിഫിക്കേഷൻ. അടുത്ത 8ാമത്തെ ക്ലാസിഫിക്കേഷൻ എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. എഡ്യൂക്കേഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു ഫെഡറൽ ടൈപ്പ് സൊസൈറ്റി ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഫെഡറൽ ടൈപ്പിൽ എന്താണ്? അതായത് പ്രൈമറി സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തൊട്ട് മുകളിൽ ഫെഡറേഷനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കേരള സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫെഡറൽ സൊസൈറ്റിയും കൂടെ നമ്മുടെ നിയമത്തിൽ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ ഓർത്തോളണം. നമ്മൾ നേരത്തെ ഏത് പറഞ്ഞു? നമ്മൾ ഏതൊക്കെയാണ് ഫെഡറൽ സൊസൈറ്റികളെന്ന് പറഞ്ഞാൽ റൈറ്റ്കോ, അതുപോലെ തന്നെ റെപ്കോ, അതുപോലെ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. ഏതൊക്കെയാണ്? മാർക്കറ്റിംഗ് സൊസൈറ്റി വിത്ത് മോർ ദാൻ 1 ഡിസ്ട്രിക്ട് ഏരിയ ഓഫ് ഓപ്പറേഷൻ. അതുപോലെ തന്നെ ഏതാണ്? കേരള സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഏതിൽ വരും? ഫെഡറൽ സൊസൈറ്റിയുടെ വിഭാഗത്തിൽ വരും എന്നുള്ളത് ആലോചിച്ചോളൂ. അപ്പോൾ അതും മനസ്സിലായി. ഇനി അതിൻ്റെ പ്രൈമറിയാണ് സ്കൂൾ ഓർ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ അത് മനസ്സിലായി. ഇനി അപ്പോൾ അത് 8 വിഭാഗം കഴിഞ്ഞു. ഇനി 9ലേക്ക് പോവാം. ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ്സ്. ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഏറ്റവും അപ്പെക്സ് തലത്തിലുള്ളതാണ് ലേബർ ഫെഡ്. എന്താണ്? ലേബർ ഫെഡ്. അതിൻ്റെ പ്രൈമറി ലെവലിൽ എന്തുണ്ട്? ലേബർ കോൺട്രാക്ട് പ്രൈമറി ലെവലിലെ സൊസൈറ്റികളുണ്ട്. ഇനി അടുത്തതിലേക്ക് പോകുന്നു. വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ വിമൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് അതിൻ്റെ അപ്പെക്സ് സൊസൈറ്റി വനിതാ ഫെഡാണ്. ഇതിൻ്റെ വർഷം വളരെ ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. 2003 വനിതാ ഫെഡ് സ്റ്റാർട്ട് ചെയ്തത്. കേരള സ്റ്റേറ്റ് വിമൻസ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് 2 ടയർ സ്ട്രക്ചറിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ചോളണം. വനിതാ ഫെഡ് 2 ടയർ സ്ട്രക്ചറിലാണ് പ്രവർത്തിക്കുന്നത്. പ്രൈമറി വുമൻ കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ തൊട്ട് താഴെയുണ്ട്. ഇനി 11ാമത്തെ ക്ലാസിഫിക്കേഷനായിട്ട് ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി പറയുന്നു. അതിൻ്റെ അപ്പെക്സ് സൊസൈറ്റി വിളിക്കുന്ന പേരാണ് ടൂർ ഫെഡ്. 2011 സ്റ്റാർട്ട് ചെയ്തു. തിരുവനന്തപുരം ആസ്ഥാനമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ പ്രൈമറി ലെവലിലുള്ള സൊസൈറ്റിയാണ് പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ രണ്ടൊക്കെ ഇട്ടേക്കുന്ന ഞാൻ 2 ടയർ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ചോളണം. അപ്പോൾ ഇതെല്ലാം 2 ടയർ സ്ട്രക്ചറിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ലേബർ ഫെഡ്, വനിതാ ഫെഡ്, ടൂറിസം കോപ്പറേറ്റീവ്സ്. ഇനി അടുത്ത 12ാമത്തേലേക്ക് വരുന്നു. മിസ്ലേനിയസ് സൊസൈറ്റി. ഇവിടെ നമ്മൾ കുറച്ച് പഠിക്കാനുണ്ട്. മിസ്ലേനിയസ് ടൈപ്പിനെ വീണ്ടും നമ്മൾ 3ആയിട്ട് തിരിച്ചു. നമ്മൾ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി, നമുക്കറിയാമല്ലോ, നമ്മുടെ വീടിനടുത്തുള്ള റെസിഡൻസ് വെൽഫെയർ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ കൊമേഴ്സ്യൽ സൊസൈറ്റി, അതുപോലെ അതേഴ്സ്. ഇതിൽ ഈ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ബെറ്റർ
ലിവിങ് സൊസൈറ്റി, ലിറ്റററി സൊസൈറ്റി, വെൽഫെയർ സൊസൈറ്റി. അപ്പോൾ ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. സോഷ്യൽ വെൽഫെയറിൽ ഏതൊക്കെ വരും? ബെറ്റർ ലിവിങ്, അതുപോലെ ലിറ്റററി, അതുപോലെ വെൽഫെയർ സൊസൈറ്റി. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല കൊമേഴ്സ്യൽ സൊസൈറ്റി. പക്ഷേ ഈ മിസ്ലേനിയസ് ടൈപ്പിൽ ഏതൊക്കെ വരും എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. മിസ്ലേനിയസ് സൊസൈറ്റികളിൽ ഏതൊക്കെയാണ്? സോഷ്യൽ വെൽഫെയർ, കൊമേഴ്സ്യൽ സൊസൈറ്റി, അതേഴ്സ്. അപ്പോൾ അത് മൂന്നും ആലോചിച്ചോളൂ. ഇനി ബാക്കി ഇതിൽ അതർ ടൈപ്പ് കൊമേഴ്സ്യൽ സൊസൈറ്റി കഴിഞ്ഞു. അതേഴ്സിൽ ഈ കാറ്റഗറിയിൽ ഒന്നും വരാത്ത സൊസൈറ്റികളാണ് വരുന്നത്. അതുപോലെ കൊമേഴ്സ്യൽ സൊസൈറ്റി, ഇതും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ 13ാമത്, ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ റൂൾ 15 അഡീഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 13ാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഏതെന്ന് പറയുന്നത് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. വളരെ ഇമ്പോർട്ടൻറ്റ്. ദ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്താണ്? മൾട്ടി പർപ്പസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ് ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ മൾട്ടി പർപ്പസ് ആണെന്ന് ആലോചിച്ചോളാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പഠിച്ചേ നിങ്ങൾ. അപ്പോൾ 13 ടൈപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെ വിഭാഗത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നമ്മൾ 2 എണ്ണം പഠിക്കാതെ പിന്നീട് പഠിക്കാമെന്ന് പറഞ്ഞ് ബാക്കി വെച്ചില്ലേ? ആ 2 എണ്ണമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പ്രൈമറി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, നമുക്കതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഹൗസിംഗ് സൊസൈറ്റിയെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഹൗസിംഗ് സൊസൈറ്റികൾ 5 വിധമുണ്ടെന്ന് പഠിച്ചല്ലേ? അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, അതുപോലെ കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി, അതുപോലെ കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി, അതുപോലെ ടെനന്റ് ഹൗസിംഗ് സൊസൈറ്റി, അതർ ഹൗസിംഗ് സൊസൈറ്റി. അപ്പോൾ ഇത്തരം തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറെ ഒന്നുമില്ല. കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് സൊസൈറ്റി എന്ത് ചെയ്യുന്നു? ലോൺ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു അപ്രൂവ്ഡ് ഡിസൈനും കൂടെ എന്ത് ചെയ്യും? ഈ പറയുന്ന ഓണർക്ക് കൊടുക്കും. അതായത് അദ്ദേഹം ഈ പറയുന്ന ലോൺ കൊടുക്കുന്നതിനോടൊപ്പം ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുക്കുന്ന ലോൺ ഉപയോഗിച്ച് വെക്കേണ്ട വീടിൻ്റെ ഡിസൈനും കൂടെ ആര് കൊടുക്കുന്നു? ഈ പറയുന്ന സൊസൈറ്റി കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള സൊസൈറ്റികളെ വിളിക്കുന്ന പേരാണ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി. അപ്പോൾ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മൾ പറയുന്നു ഒരു കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി ലോൺ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു? ഒരു അപ്രൂവ്ഡ് ഡിസൈനും ആ വീട് എങ്ങനെ വെക്കണമെന്നുള്ള ഒരു ഡിസൈനും കൂടി ആർക്ക് കൊടുക്കുന്നു? ഈ പറയുന്ന ലോണിക്ക്, അതായത് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം ലാൻഡിൽ എന്ത് ചെയ്യുന്നു? അദ്ദേഹം വീട് വയ്ക്കുന്നു. പക്ഷേ ആര് പറയുന്ന മാതൃകയിൽ? ഈ പറയുന്ന സൊസൈറ്റി പറയുന്ന മാതൃകയിൽ വീട് വയ്ക്കുന്നു. നോക്ക്, ദ അപ്രൂവ്ഡ് ടൈപ്പ് ഓഫ് ഡിസൈൻ ഈസ് പ്രൊവൈഡ് ബൈ ദ സൊസൈറ്റി ആൻഡ് ദ ലാൻഡ് ഓൺഡ് ബൈ മെമ്പേഴ്സ് ആൻഡ് ദംസെൽസ് കൺസ്ട്രക്ട് ഹൗസസ്. അപ്പോൾ ലാൻഡ് അവരുടെ സ്വന്തം ലാൻഡിൽ എന്ത് ചെയ്യുന്നു? അവർ സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നു. പക്ഷേ സൊസൈറ്റി കൊടുക്കുന്ന ഡിസൈനിലാണെങ്കിൽ അത്തരത്തിലുള്ള സൊസൈറ്റികളെ വിളിക്കുന്ന പേരാണ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി. ഇനി അടുത്തത് പറയുന്നു കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി. അവിടെ എന്താണ്? വീട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എന്താണ്? അപ്രൂവ്ഡ് ടൈപ്പ് ഓഫ് ഡിസൈൻ ഈസ് പ്രൊവൈഡ് ബൈ ദ സൊസൈറ്റി ആൻഡ് ദ ലാൻഡ് ഓൺഡ് ബൈ മെമ്പേഴ്സ് ആൻഡ് സൊസൈറ്റി കൺസ്ട്രക്ട് ഹൗസസ്. അതാണ് അവിടെ പ്രത്യേകത. അപ്രൂവ്ഡ് ടൈപ്പ് ഓഫ് ഡിസൈനും കൊടുക്കുന്നു. ലാൻഡ് പക്ഷേ ആരുടെ തന്നെയാണ്? നമ്മുടെ ഓണറുടെ തന്നെയാണ്, ലോണിയുടെ തന്നെയാണ്. പക്ഷേ അവിടെ വീട് വെക്കുന്നത് ലോണി അല്ല, പകരം ആരാണ്? ഈ സൊസൈറ്റി തന്നെ സ്വന്തമായിട്ട് എന്ത് ചെയ്യുകയാണ്? വീട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഹൗസ് ബിൽഡിംഗ് എന്ന പേര് വന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? സൊസൈറ്റി തന്നെ എന്ത് ചെയ്യാണ്? അപ്രൂവ്ഡ് ഡിസൈനിൽ സൊസൈറ്റി തന്നെ വീട് വെച്ച് ആർക്ക് കൊടുക്കുകയാണ്? ഈ പറയുന്ന ഓണർക്ക് കൊടുക്കുകയാണ്, ഓണറുടെ പ്രോപ്പർട്ടിയിൽ. അത്തരത്തിലുള്ള സൊസൈറ്റികളെ വിളിക്കുന്ന പേരാണ് കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി. ഇനി അടുത്തതിലേക്ക് വരുന്നു കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റിയുടെ പ്രത്യേകത സൊസൈറ്റി അക്വയർ ലാൻഡ്. സൊസൈറ്റി സ്വന്തമായിട്ട് എന്ത് ചെയ്യാണ്? വസ്തു മേടിച്ചിട്ട് അവിടെ എന്ത് ചെയ്യാണ്? അവിടെ വീടുകൾ വെക്കുകയാണ്. കൺസ്ട്രക്ട് ഹൗസസ് ആൻഡ് അലോട്ട് ദം ടു മെമ്പേഴ്സ്. പിന്നീട് എന്ത് ചെയ്യുന്നു? വീട് വെച്ച് ആർക്ക് കൊടുക്കുകയാണ്? ഈ പറയുന്ന ലോണികൾക്ക് കൊടുക്കുകയാണ്. ലോണികൾക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഓൺ ഹയർ പർച്ചേസ് ബേസിസ്. അപ്പോൾ നിങ്ങൾ പഠിച്ചോളണം, ഹയർ പർച്ചേസ് ബേസിൽ കൊടുക്കുകയാണെങ്കിൽ അതെന്തായി? കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷനായി. ഹൗസ് ബിൽഡിംഗ് ആണെങ്കിൽ എന്താണ്? അപ്രൂവ്ഡ് നമ്മുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡിസൈനിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വീട് വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ്? നമ്മുടെ സൊസൈറ്റി പ്രോപ്പർട്ടി അക്വയർ ചെയ്തിട്ട് സൊസൈറ്റി തന്നെ സ്വന്തമായിട്ട് വീട് വെച്ച് ആർക്ക് കൊടുക്കുന്നു? നമ്മൾ ഈ പറയുന്ന ലോണിക്ക് കൊടുക്കുന്നു. ലോണി അത് ഹയർ പർച്ചേസ് ബേസിൽ, അതായത് എന്ത് ചെയ്യുന്നു? മാസം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു? ഇയാൾ പൈസ ആർക്ക് അടച്ചുകൊണ്ടിരിക്കുന്നു? സൊസൈറ്റിക്ക് അടച്ചുകൊണ്ടിരിക്കുന്നു. എന്നാണോ ഈ ലോൺ എമൗണ്ട് അവസാനിക്കുന്നത് അന്ന് ആർക്ക് ഇത് സ്വന്തമാവും? ഈ വീട് ഈ പറയുന്ന ലോണിക്ക് സ്വന്തമാവും. അതുവരെ അദ്ദേഹം ഒരു വാടകക്കാരനെ പോലെ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ കിടക്കുന്നു. ഹയർ പർച്ചേസ് ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റിയിൽ നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ അത് മനസ്സിലായി. സോ ഇവിടെ എന്താണ്? ഇവിടെ സ്വന്തം വസ്തുവിലാണ് ആര്
ആര് സൊസൈറ്റി ആരുടെ വസ്തുവിലാണ്? ഈ പറയുന്ന ലോണിയുടെ വസ്തുവിലാണ് കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്ന വീട് വെക്കുന്നതെങ്കിൽ കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റിയിൽ സൊസൈറ്റി സ്വന്തമായിട്ട് ഭൂമി വാങ്ങി വീട് വെച്ച് ആർക്ക് കൊടുക്കുന്നു? ലോണിക്ക് കൊടുത്തുകൊണ്ട് ഹയർ പർച്ചേസ് നിശ്ചിത ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്? തുക ഈടാക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി. ഇനി അടുത്ത് പറയുന്നു ടെനന്റ് ഹൗസിംഗ് സൊസൈറ്റി. വേറെ ഒന്നുമില്ല, ഇത് തന്നെ സംഭവം. സൊസൈറ്റി ഇതുപോലെ പ്രോപ്പർട്ടി മേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? വീട് വെക്കുന്നു. വീട് വെച്ചിട്ട് അത് ആർക്ക് കൊടുക്കുന്നു? അത് ഈ പറയുന്ന പാർട്ടികൾക്ക് കൊടുക്കുന്നു. പാർട്ടികൾക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? ഹയർ പർച്ചേസിലല്ല, റെൻറ്റിനാണ് കൊടുക്കുന്നത്. അവിടെ വാടകയ്ക്കാണ് കൊടുക്കുന്നത്. നമ്മുടെ ഫ്ലാറ്റുകളൊക്കെ കൊടുക്കൂലേ 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 25 വർഷത്തേക്ക് വാടകയ്ക്ക് എന്ത് ചെയ്യാണ്? ഇത്തരത്തിൽ സൊസൈറ്റികൾ കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിൽ പറയുന്ന പേരാണ് ടെനന്റ് ഹൗസിംഗ് സൊസൈറ്റി. എന്താ? സൊസൈറ്റി അക്വയർ ലാൻഡ്, അതുപോലെ കൺസ്ട്രക്ട് ഹൗസസ് ആൻഡ് അലോട്ട് ദം ടു മെമ്പേഴ്സ് ഓൺ റെന്റ് ബേസിസ്. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ റെന്റ് ബേസിസിലാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടുത്തെ സൊസൈറ്റിയും അതുപോലെ മെമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തമ്മിലുള്ള ബന്ധം കണക്കാണ്? ഹൗസ് ഓണറും ടെനന്റും തമ്മിലുള്ള ബന്ധം കണക്കാണ്. അതായത് ഒരു ഹൗസ് നമ്മൾ എങ്ങനെയാണോ വാടകയ്ക്ക് കൊടുക്കുന്നത് അതുപോലെ മാസം വാടക ഇനത്തിൽ ഒരു കാലത്തും എന്ത് ചെയ്യൂല, ഈ ഹൗസ് ഒരു കാരണവശാലും ഈ ടെനന്റിന്റെ സ്വന്തമാവില്ല എന്നർത്ഥം. നമ്മൾ വാടകയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്ന പോലെ തന്നെയാണ് ഈ ടെനന്റ് ഹൗസിംഗിൽ സൊസൈറ്റിയും അതുപോലെ ഈ പറയുന്ന മെമ്പറും തമ്മിലുള്ള ബന്ധം. അപ്പോൾ അത് മനസ്സിലായി. ഇനി അടുത്ത് പറയുന്നു അതർ ഹൗസിംഗ് സൊസൈറ്റി. നമ്മൾ സാധാരണ ഹൗസിംഗ് സൊസൈറ്റികൾ നമുക്ക് വീട് പുതുക്കുന്നതിന് വേണ്ടിയിട്ടോ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതുപോലെ വീട് വേറെ ഏതെങ്കിലും രീതിയിലുള്ള എക്സ്റ്റൻഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ലോൺ തരുന്ന ബാങ്കുകൾ സൊസൈറ്റികളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അതർ ഹൗസിംഗ് സൊസൈറ്റി അല്ലെങ്കിൽ ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? സൊസൈറ്റി അഡ്വാൻസ് ലോൺസ് ഫോർ റിപ്പയറിങ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് സൊസൈറ്റി എന്ത് ചെയ്യുന്നു? ലോണുകൾ അഡ്വാൻസ് ആയിട്ട് നൽകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ദി ഹൗസസ് ആൻഡ് അതർ ലാൻഡ് പ്രോപ്പർട്ടി. ഒന്നുകിൽ ആ വീട് തന്നെ വെച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അവർ നമുക്ക് ഈ വീട് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലോൺ തരുന്നത്. അല്ലെങ്കിൽ എന്തായിരിക്കും? ഒരു ലാൻഡ് പ്രോപ്പർട്ടി നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ലാൻഡ് പ്രോപ്പർട്ടിയുടെ സെക്യൂരിറ്റിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ അതർ ഹൗസിംഗ് സൊസൈറ്റികൾ നമുക്ക് ഈ പറയുന്ന വീട് എക്സ്റ്റൻഷൻ നടത്തുന്നതിനോ പുതുക്കുന്നതിനോ റിനോവേറ്റ് ചെയ്യുന്നതിനോ ഉള്ള ലോൺ തരുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള 5 തരത്തിലുള്ള സൊസൈറ്റികൾ മനസ്സിലായി കാണും. ഇവിടെ എന്താ? കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്രൂവ് ടൈപ്പ് ഓഫ് ഡിസൈൻ മാത്രമേ തരുള്ളൂ. ഇതിൻ്റെ ഓണർഷിപ്പും അതുപോലെ തന്നെ ബിൽഡിങ്ങും വെക്കുന്നത് ആര് തന്നെയായിരിക്കും? ഈ പറയുന്ന ഓണർ തന്നെയായിരിക്കും. അതുപോലെ കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്താ സംഭവിക്കുന്നത്? അപ്രൂവ്ഡ് ഡിസൈനും അതുപോലെ തന്നെ വീട് വെക്കുന്നത് സൊസൈറ്റിയാണ്. എന്നാൽ ആരുടെ വസ്തുവിലാണ് വീട് വയ്ക്കുന്നത്? ഈ പറയുന്ന ലോണിയുടെ വസ്തുവിലാണ് വീട് വയ്ക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി വസ്തു വാങ്ങി വീട് വെച്ച് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ലോണിക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ മെമ്പറിന് കൊടുക്കുന്നു ഓൺ എ ഹയർ പർച്ചേസ് ബേസിൽ. എന്നാണോ ഈ ലോൺ അടച്ചു തീർന്നത് അന്ന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇദ്ദേഹത്തിന് ഈ പറയുന്ന വീട് സ്വന്തമാവുള്ളൂ. ടെനന്റ് ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ വേറെ സിമ്പിൾ ഒന്നുമില്ല. ടെനന്റ് ഹൗസിംഗിൽ എന്ത് ചെയ്യുന്നു? നമ്മളൊരു വാടകക്കാരൻ എങ്ങനെയാണോ ഒരു വീട്ടിൽ കഴിയുന്നത് അതുപോലെ ആണ് എന്ത് ചെയ്യുന്നത്? ടെനന്റ് ഹൗസിംഗ് സൊസൈറ്റിയുടെ പ്രത്യേകത. കോപ്പറേറ്റീവ് സൊസൈറ്റി ഹൗസിംഗ് സൊസൈറ്റി എന്ത് ചെയ്യുന്നു? വസ്തു മേടിച്ച് വീട് വെച്ച് എന്ത് ചെയ്യുന്നു? വാടകയ്ക്ക് ഈ പറയുന്ന മെമ്പർക്ക് കൊടുക്കുന്നു. ഇനി അതർ ഹൗസിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിംഗ് പുതുക്കി പണിയുന്നതിനോ റിനോവേറ്റ് ചെയ്യുന്നതിനോ എന്ത് ചെയ്യുന്നു? ലോൺ കൊടുക്കുന്നു. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോൺ കൊടുക്കുന്നു? ആ ബിൽഡിങ്ങിൻ്റെ തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാൻഡ് പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള സൊസൈറ്റികളെ വിളിക്കുന്ന പേരാണ് അതർ ഹൗസിംഗ് സൊസൈറ്റി. അപ്പോൾ ഇതെല്ലാം മനസ്സിലായി. ഈ 5 നിങ്ങൾക്ക് മറന്നു പോരുത്. ഇതൊക്കെ ഈ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷൻ ബോർഡിൻ്റെ പരീക്ഷയ്ക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഫാമിംഗ് സൊസൈറ്റിയുടെ ഒരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു 4 തരത്തിലുള്ള ഫാമിംഗ് സൊസൈറ്റികൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ആ 4 തരത്തിലുള്ള ഫാമിംഗ് സൊസൈറ്റികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബെറ്റർ ഫാമിംഗ് സൊസൈറ്റി, ജോയിന്റ് ഫാമിംഗ് സൊസൈറ്റി, ടെനന്റ് ഫാമിംഗ് സൊസൈറ്റി, അതുപോലെ കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റി. എന്താ ഈ ബെറ്റർ ഫാമിംഗ് സൊസൈറ്റി? ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബെറ്റർ ഫാമിംഗ് സൊസൈറ്റി ലാൻഡ് ഓൺഡ് ബൈ മെമ്പേഴ്സ്. എന്താണ്? മെമ്പേഴ്സിൻ്റെ കയ്യിലാണ് ലാൻഡ് ഇരിക്കുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? സൊസൈറ്റി പ്രൊവൈഡ്സ് മെറ്റീരിയൽസ് ആൻഡ് ഇംപ്രൂവ്ഡ് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സിമ്പിളാണ്. ബെറ്റർ ഫാമിംഗ് സൊസൈറ്റികൾ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്താ ചെയ്യുന്നവർ? നമുക്ക് ഒരു സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്? കൃഷി ചെയ്യുകയാണ്. ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നു. പക്ഷേ സൊസൈറ്റി എന്ത് ചെയ്യുകയാണ്? എനിക്ക് കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വിത്ത്, വളം, കീടനാശിനി, അതുപോലെ ട്രാക്ടർ, ട്രില്ലർ, ഇങ്ങനെയുള്ള നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ പറയുന്ന സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അത്തരത്തിലുള്ള സൊസൈറ്റികളെ വിളിക്കുന്ന പേരാണ് ബെറ്റർ ഫാമിംഗ് സൊസൈറ്റികൾ. എന്താ ഈ ബെറ്റർ ഫാമിംഗ് സൊസൈറ്റി? നന്നായിട്ട് കൃഷി ചെയ്യാനായിട്ട് കർഷകനെ സഹായിക്കുന്ന സൊസൈറ്റികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബെറ്റർ ഫാമിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് പോവാം. ജോയിന്റ് ഫാമിംഗ് സൊസൈറ്റി. അപ്പോൾ ജോയിന്റ് ഫാമിംഗ് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ജോയിന്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ആലോചിക്കാനുള്ള പൂൾ.
ജോയിന്റ് ഒരുമിച്ച് ചേർന്ന് കൃഷി ചെയ്യുക. എന്താ പറയുന്നത് ഇവിടെ? മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി പൂൾ ദെയർ ലാൻഡ് ആൻഡ് കൾട്ടിവേറ്റ് ജോയിൻലി. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇവിടെ എന്താ ചെയ്യുന്നത്? ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുകയാണ്? അവരുടെ സ്വന്തം പ്രോപ്പർട്ടി പൂൾ ചെയ്യുകയാണ്. അവർ സ്വന്തം പ്രോപ്പർട്ടി എന്ത് ചെയ്യാണ്? അവർ ഒരുമിച്ച് ചേർത്തിട്ട് കൃഷി ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നെൽകൃഷി തന്നെ എടുക്കാം. നെൽകൃഷി ഒരാൾ ഇൻഡിവിജ്വൽ ആയിട്ട് കൃഷി ചെയ്യുന്നതിന് പകരം അവരുടെ പ്രോപ്പർട്ടി എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു സൊസൈറ്റി എന്ത് ചെയ്യാണ്? സൊസൈറ്റി ഒരുമിച്ച് ചേർത്തുകൊണ്ട് കൃഷി ചെയ്യുകയാണ്. അവരുടെ പ്രോപ്പർട്ടി എല്ലാം എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് ചേർത്തിട്ട് കൃഷി ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദ പ്രോഫിറ്റ് ഈസ് ഡിവൈഡഡ് എമംഗ് മെമ്പേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ദ ലാൻഡ് ഓൺഡ് ബൈ ഈച്ച് മെമ്പർ. അപ്പോൾ ഇപ്പോൾ നെൽകൃഷിയാണെന്നിരിക്കട്ടെ, ഒരാൾക്ക് 5 ഏക്കർ നെൽപ്പാടമുണ്ട്, മറ്റൊരാൾക്ക് 1 ഏക്കറേ ഉള്ളെങ്കിൽ 5 ഏക്കർ നെൽപ്പാടം ഉള്ളവന് എന്ത് ചെയ്യും? കൂടുതൽ തുക കൊടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ കൂടുതൽ തുക ഈ 5 ഏക്കർ അതിൻ്റെ പ്രൊപ്പോർഷനായിട്ട് വീതിച്ചു കൊടുക്കും. അത്തരത്തിലുള്ള ഡിവിഡൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഓണർഷിപ്പ് ഡിവിഡൻറ്റ്. എന്താണ്? സ്വന്തം പ്രോപ്പർട്ടി എത്രത്തോളം ഓൺ ചെയ്തിരിക്കുന്നോ ആ ഓൺ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ ഡിവിഡൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഓണർഷിപ്പ് ഡിവിഡൻറ്റ്. അപ്പോൾ എന്താ പറയുന്നത്? മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി പൂൾ ദെയർ ലാൻഡ്, അവരെന്ത് ചെയ്യുന്നു? അവരുടെ ലാൻഡ് ഒരുമിച്ച് ചേർക്കുന്നു ആൻഡ് കൾട്ടിവേറ്റ് ജോയിൻലി ആസ് പെർ ദ ഡയറക്ഷൻ ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ അവർ ഒരുമിച്ച് ചേർന്ന് അവർ തന്നെ കൃഷി ചെയ്യുന്നു. പക്ഷേ ആരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ? കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അവർ അക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയുടെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യുന്നു? വീതിച്ചെടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള സൊസൈറ്റികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജോയിൻറ്റ് ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി ബെറ്റർ ഫാമിംഗ് സൊസൈറ്റികളുടെ ഡിവിഡൻറ്റ് നമ്മൾ വീതിക്കുന്നതിനാണ് പാട്രണേജ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. പാട്രണേജ് ഡിവിഡൻറ്റ്. അപ്പോൾ ബെറ്റർ ഫാമിംഗ് സൊസൈറ്റി ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു? നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രോഫിറ്റിനെ വീതിക്കുന്നതിനെ പാട്രണേജ് ഡിവിഡൻറ്റ്, അതായത് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയായിട്ട് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷനിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്ക് കൂടുതൽ എന്ത് കിട്ടും? ഡിവിഡൻറ്റ് കിട്ടും എന്നുള്ളതാണ് ഈ പാട്രണേജ് ഡിവിഡൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വിത്തും വളവും കീടനാശിനി അതുപോലെ ട്രാക്ടറും ട്രില്ലറും കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉപയോഗിക്കുന്ന വഴി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ലാഭം ഉണ്ടായി. അപ്പോൾ ആ ലാഭം കൂടുതലും ആർക്ക് തന്നെ കിട്ടും? എനിക്ക് തന്നെ കിട്ടും. അതിനെയാണ് പാട്രണേജ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഓണർഷിപ്പ് ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ലാൻഡ് ഓൺ ചെയ്തിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? ഡിവിഡൻറ്റ് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓണർഷിപ്പ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ജോയിൻറ്റ് ഫാമിംഗ് സൊസൈറ്റി എന്ന് കാണുമ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കാനുള്ളത് വെൻ ദി ഫാമേഴ്സ് പൂൾ ദെയർ ലാൻഡ് ടുഗദർ എന്ന് കാണും. പൂൾ ദെയർ ലാൻഡ് എന്ന് കണ്ടാൽ, പൂൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് ജോയിൻറ്റ് ഫാമിംഗ് ആണെന്ന് ആലോചിച്ചു. പൂൾ എന്ന് കണ്ടാൽ ജോയിൻറ്റ് ഫാമിംഗ്, പൂൾ ജോയിൻറ്റ് മറന്നു പോകരുതേ. പൂൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ആലോചിച്ചോളാം അത് ജോയിൻറ്റ് ഫാമിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നു ടെനൻറ്റ് ഫാമിംഗ് സൊസൈറ്റി. ടെനൻറ്റ് ഫാമിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓണർഷിപ്പിലുള്ള ലാൻഡ്, ആ ലാൻഡിനെ എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ കർഷകർക്കായിട്ട് വീതിച്ചു കൊടുക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വീതിച്ചു കൊടുക്കുന്നു? വാടകയ്ക്ക് വേണ്ടിയിട്ട് വീതിച്ചു കൊടുക്കുന്നു. മീൻസ് നമ്മളിപ്പോൾ 1 ഏക്കർ എനിക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? സൊസൈറ്റിയുടെ കയ്യിൽ നിന്ന് 1 ഏക്കർ പാട്ടത്തിന് എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിന് വാടക കൊടുക്കുന്നു. ഒരു വർഷം ഇത്ര രൂപ വാടകയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? 1 ഏക്കർ കൃഷി ചെയ്യാനായിട്ട് വാടകയ്ക്ക് എടുക്കുന്നു. അത്തരത്തിലുള്ള സൊസൈറ്റികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടെനൻറ്റ് ഫാമിംഗ് സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. എന്താ? ദ ലാൻഡ് അണ്ടർ കൾട്ടിവേഷൻ ഈസ് ഓൺഡ് ബൈ ദ സൊസൈറ്റി. അപ്പോൾ ഇവിടെ സൊസൈറ്റിയുടെ കയ്യിലാണ് എന്തിരിക്കുന്നത്? ലാൻഡ് ഇരിക്കുന്നത്. ആൻഡ് ഡിവൈഡഡ് ഇൻറ്റു സെവറൽ യൂണിറ്റ്സ്, അതിനെ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ആൻഡ് ഗിവ് ഇറ്റ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്, കർഷകർക്കായിട്ട് കൊടുക്കുന്നു. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ട്? ആഫ്റ്റർ ഫിക്സിങ് റെൻറ്റ് ഫോർ സച്ച് ലാൻഡ്, മറന്നു വരുത്, റെൻറ്റ് വാങ്ങിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇത്തരത്തിൽ സൊസൈറ്റികൾ അവരുടെ ലാൻഡ് കുറേശ്ശെയായിട്ട് കർഷകർക്ക് വീതിച്ചു കൊടുത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ടെനൻറ്റ് ഫാമിംഗ്. അതിൽ നിന്ന് ഏൺ ചെയ്യുന്ന അവർക്ക് എടുക്കാൻ വാടക എന്ത് ചെയ്യണം? സൊസൈറ്റി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. മനസ്സിലായി? ഇനി അടുത്തതാണ് കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റി. ഇത് ഇത്തിരി പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. എന്താ പറഞ്ഞേക്കുന്നത്? ദ ഹോൾ ലാൻഡ് ആർ ഓൺഡ് ആൻഡ് കൾട്ടിവേഷൻ ഈസ് ഹെൽഡ് ബൈ ദ സൊസൈറ്റി. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ലാൻഡും അതുപോലെ തന്നെ ലാൻഡ് നേരത്തെ ടെനൻറ്റ് ഫാമിങ്ങിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ലാൻഡ് സ്വന്തം ഭൂമി വാടകയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് സൊസൈറ്റി എങ്കിൽ, ഇവിടെ സൊസൈറ്റിയുടെ ഭൂമിയിൽ സൊസൈറ്റി തന്നെയാണ് കൃഷി ചെയ്യുന്നത്. എങ്ങനെ കൃഷി ചെയ്യുന്നു? ബൈ എംപ്ലോയിങ്. അവിടെയാണ് പ്രത്യേകത. ബൈ എന്താണ്? എംപ്ലോയിങ് ദി മെമ്പേഴ്സിനെ ജോലിക്ക് നിർത്തിക്കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? സൊസൈറ്റി കൃഷി ചെയ്യുന്നത്. അപ്പോൾ കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റിയിൽ കൃഷി നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? സൊസൈറ്റിയാണ്. ടെനൻറ്റ് ഫാമിംഗ് സൊസൈറ്റിയിൽ കൃഷി നടത്തുന്ന ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ആ വാടകയ്ക്ക് എടുത്ത പാർട്ടിയാണ്, അതിൻ്റെ മെമ്പറാണ് എന്നുള്ളത് മറന്നു വരുന്നത്. ഓക്കെ, എംപ്ലോയിങ് ദ മെമ്പേഴ്സ് ആൻഡ് ഇഫ് എനി പ്രോഫിറ്റ് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് മെമ്പേഴ്സ് ഇൻ ദ പ്രൊപ്പോർഷൻ ടു ദ വർക്ക് ഡൺ ബൈ ദം. അപ്പോൾ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്? ഇനി ഓരോ കോപ്പറേറ്റീവ് ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ കളക്റ്റീവ് ഫാമിങ്ങിലൂടെ എന്ത് ചെയ്തു? ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ ഓരോരുത്തരും ആ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി
വേണ്ടി എത്രമാത്രം ജോലി ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, ആ ഡിവിഡൻഡ് വീതിച്ചു കൊടുക്കും. മനസ്സിലായോ? പ്രോഫിറ്റ് വീതിച്ചു കൊടുക്കും. അതിനാണ് കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റികൾ എന്ന് പറയുന്നത്. പിടികിട്ടി? അപ്പോൾ ദ ഹോൾ ലാൻഡ് ആർ ഓൺഡ് ആൻഡ് കൾട്ടിവേഷൻ ഈസ് സെൽഡ് ബൈ ദ സൊസൈറ്റി ബൈ എംപ്ലോയിങ് ദി മെമ്പേഴ്സ്. അതാണ് അതിൻ്റെ പ്രത്യേകത. മെമ്പേഴ്സിനെ എംപ്ലോയ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കൾട്ടിവേഷൻ നടത്തുന്നത്. അതുപോലെ ദ പ്രോഫിറ്റ്, ഇഫ് എനി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് മെമ്പേഴ്സ് ഇൻ ദ പ്രപ്പോർഷൻ ഓഫ് ദി വർക്ക് ഡൺ ബൈ ദം. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? അതിൻ്റെ ഓരോരുത്തരും ചെയ്ത ജോലിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റിയിൽ എന്ത് കൊടുക്കുന്നതെന്ന് ആലോചിച്ചോളണം, എന്ത് കൊടുക്കുന്നത്, ഡിവിഡൻഡ് കൊടുക്കുന്നതെന്ന് ആലോചിച്ചോളാം. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന ക്ലാസിഫിക്കേഷനെ നമുക്കൊന്ന് കണ്ണോടിച്ച് പോവാം. നോക്ക്, ഇൻഷേർഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ്. അതുപോലെ എന്താ പറയുന്ന അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഏതൊക്കെയാണെന്ന് ചോദിക്കാം. നമ്മൾ പറഞ്ഞു എന്താണ്, പട്ടണത്തിൽ വന്ന് ഗ്രാമത്തിൽ വന്ന് കൃഷി ചെയ്തു, പട്ടണത്തിൽ പോയി ജോലി ചെയ്തു. അതുപോലെ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി, എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റി, റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി, അതുപോലെ അഗ്രികൾച്ചറൽ പ്രോസസിംഗ് സൊസൈറ്റി ഒരേ ഒരെണ്ണേ ഉള്ളൂ. അത് ഏതാണ്? KRFED ആണെന്ന് ആലോചിച്ചോളാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയിൽ ചോദിക്കാം. അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രോസസിംഗ് സൊസൈറ്റി ഏതെന്ന് ചോദിക്കാം. അത് ഏതൊക്കെയാണ്? ക്യാപെക്സ്, അതുപോലെ ടെക്സ്ഫെഡ്, സെറിഫെഡ്, TCS ആലോചിച്ചോളാം, TCS ആലോചിച്ചോളാം. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ അതർ പ്രോസസിംഗ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരെണ്ണേ ഉള്ളൂ. അത് ഏതാണ്? അത് ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇനി അടുത്ത ഫെഡറൽ സൊസൈറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതെഴുതും? റൈറ്റ്കോ, റെപ്കോ, മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഫോർ മോർ ദാൻ 1 ഡിസ്ട്രിക്ട് അസറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. അതുപോലെ തന്നെ ഏതുകൊണ്ട്? സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ, അതിൻ്റെ ഫെഡറൽ ടൈപ്പിൽ ഏതുകൊണ്ട്? ഒരു സൊസൈറ്റിയും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി. അടുത്തത് വരുന്നു എന്താണ്? അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റികൾ ഏതൊക്കെയാണ്? 2 എണ്ണമാണ്. റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ റബ്ബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയും കേരള റബ്ബർ കോപ്പറേറ്റീവ് ഫെഡറേഷനും ഉണ്ട്. അതുപോലെ പിന്നെ പറയുന്നു പ്രൊഡ്യൂസർ സൊസൈറ്റിയാണ് CHMMS അല്ലേ, CHMMS ഏതൊക്കെയാണ്? കയർഫെഡ്, ഹാൻഡെക്സ്, മത്സ്യഫെഡ്, മിൽമ, സുരഭി അല്ലേ, CHMMS. ഓക്കെ, അത് മനസ്സിലായി. അതുപോലെ ഇനി അടുത്ത് പറയുന്നു മിസ്ലേനിയസ് സൊസൈറ്റിയിൽ വരുന്നത് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയും അതുപോലെ കൊമേഴ്സ്യൽ സൊസൈറ്റി, അതുപോലെ അതർ ടൈപ്പ് ഓഫ് സൊസൈറ്റിയും വരുന്നുണ്ട്. അതുപോലെ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയിൽ വരുന്ന ടൈപ്പാണ് ബെറ്റർ ലിവിങ് സൊസൈറ്റി, ലിറ്റററി സൊസൈറ്റി, അതുപോലെ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചോളണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഗ്രികൾച്ചറൽ പ്രോസസിംഗ് സൊസൈറ്റി ഏതാണെന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രോസസിംഗ് സൊസൈറ്റി അല്ലാത്തത് ഏതെന്ന് ചോദിക്കാം. അതുപോലെ ഈ പറയുന്ന ഫെഡറൽ സൊസൈറ്റി ചോദിക്കാം, റെപ്കോ, റൈറ്റ്കോ, അതുപോലെ മാർക്കറ്റിംഗ് സൊസൈറ്റി ആലോചിച്ചോളണം. അതുപോലെ ഇനി അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, CHMMS വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇതും പരീക്ഷയ്ക്ക് പ്രൊഡ്യൂസർ സൊസൈറ്റി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചോളണം, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, മനസ്സിലായി. പിന്നീട് നമ്മൾ ഈ 15 സെക്ഷൻസ് ആണ്, 15 റൂളുമാണ് നമ്മൾ ഇതുവരെ കവർ ചെയ്തത്. അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സെക്ഷൻ 1 പറയുന്നു എന്താണ്? എക്സ്റ്റെൻഡ് ടൈറ്റിൽ, ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് ആണ് സെക്ഷൻ 1 പറഞ്ഞത്. സെക്ഷൻ 2 പറയുന്ന ഡെഫിനിഷൻ, സെക്ഷൻ 3 രജിസ്ട്രാറെ കുറിച്ച് പറഞ്ഞു. സെക്ഷൻ 4 എന്താ പറഞ്ഞത്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞു. സെക്ഷൻ 5 എന്താ പറഞ്ഞത്? രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി പറഞ്ഞു. സെക്ഷൻ 6 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ പറഞ്ഞു. സെക്ഷൻ 7 എന്ത് പറഞ്ഞു? രജിസ്ട്രേഷൻ പറഞ്ഞു. സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറഞ്ഞു. സെക്ഷൻ 8A അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി പറഞ്ഞു. സെക്ഷൻ 9 പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ബി ബോഡി കോർപ്പറേറ്റീവ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സെക്ഷൻ 10 എന്താ പറഞ്ഞത്? ചേഞ്ച് ഇൻ ദി നെയിം ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ സെക്ഷൻ 11 എന്താ പറഞ്ഞേക്കുന്നത്? ചേഞ്ച് ഇൻ ദ ലൈബിലിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുപോലെ സെക്ഷൻ 12 അമെൻമെന്റ് ഓഫ് ബൈലയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുപോലെ സെക്ഷൻ 13 എന്താ പറഞ്ഞേക്കുന്നത്? ഡേറ്റ് ഓഫ് എഫക്ട്സ് ഓഫ് അമെൻമെന്റിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ സെക്ഷൻ 13A സബ്ജക്ട് മാറ്റർ ഓഫ് ബൈല എന്താണെന്ന് പറഞ്ഞു. അതുപോലെ സെക്ഷൻ 14 വളരെ ഇമ്പോർട്ടൻ്റ്, അമാൽഗമേഷൻ, ഡിവിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ സെക്ഷൻ 14A എന്താ പറഞ്ഞേക്കുന്നത്? 14A അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് DCB ടു കേരള ബാങ്കിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സെക്ഷൻ 14AA വളരെ ഇമ്പോർട്ടൻ്റ്, എന്താണ്? പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ സെക്ഷൻ 14B പറയുന്നത് പാർട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ചാണ്. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെയാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഏർപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് സെക്ഷൻ 14B പറഞ്ഞത്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ സെക്ഷൻ 50 ദ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത്? ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആഫ്റ്റർ ദ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓർ അമാൽഗമേഷൻ ഓർ ഡിവിഷൻ ഓഫ്
കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്ഷൻ 15 സെക്ഷനുകളിൽ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് റൂളിലേക്ക് പോവാം. റൂൾ 1 എന്താ പറയുന്നത്? ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ റൂൾ 2 നമ്മൾ ഡെഫിനിഷൻസിനെ കുറിച്ച് പറഞ്ഞു. റൂൾ 3 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ റൂൾ 4 രജിസ്ട്രേഷൻ പ്രൊസീജിയറിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ റൂൾ 5 സബ്ജക്ട് മാറ്റർ ഓഫ് ബൈലയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ റൂൾ 6 മോഡൽ ബൈലയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ റൂൾ 7 എന്താ പറഞ്ഞത്? കമൻസ്മെന്റ് ഓഫ് വർക്ക്സ് ഓഫ് ദ സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ റൂൾ 8 എന്താ പറഞ്ഞത്? ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ റൂൾ 8A എന്താ പറഞ്ഞത്? നോട്ടീസ് ഓഫ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ റൂൾ 9 ദ പ്രൊസീജിയർ ഫോർ അമെൻമെന്റ് ഓഫ് ബൈലയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ റൂൾ 10 ഒമിറ്റ് ചെയ്തു. റൂൾ 10 കമ്പൽസറി അമെൻമെന്റ് ഓഫ് ബൈല ആയിരുന്നു, അത് ഒമിറ്റ് ചെയ്ത്, അതിപ്പോൾ ഇല്ല. ഒമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എടുത്തു കളഞ്ഞു. റൂൾ 11 എന്താ? രജിസ്ട്രാർ കീപ്പ് രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് റൂൾ 11 പറഞ്ഞത്. അതുപോലെ റൂൾ 12 പറഞ്ഞു എന്താണ്? പ്രൊസീജിയർ റിഗാർഡിംഗ് ദി ചേഞ്ച് ഇൻ ലൈബിലിറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലൈബിലിറ്റി ചേഞ്ച് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് ആണ് റൂൾ 12 പറഞ്ഞത്. റൂൾ 13 നമ്മൾ പഠിച്ചു അമാൽഗമേഷൻ, ഡിവിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. റൂൾ 14 എന്ന് പറയുന്നത് എന്തായിരുന്നു? കമ്പൽസറി അമാൽഗമേഷൻ, ഡിവിഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ആയിരുന്നു, അത് എടുത്ത് കളഞ്ഞു. അതിനുശേഷം റൂൾ 15 ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി പഠിച്ചു. അതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നമുക്ക് മനസ്സിലായി. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പിക്കാം. പ്രത്യേകിച്ച് ഈ പറയുന്ന KS കാർഡ് ബാങ്കിനായിരുന്നാലും അതുപോലെ എക്സാമിനേഷൻ ബോർഡിനായിരുന്നാലും ഈ റൂൾ 15 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഈ പറയുന്നതിൽ ഏതാണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്നോ, അല്ലെങ്കിൽ ഏതാണ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റി എന്നോ, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് ഏതാണെന്നോ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഡ്യൂസർ സൊസൈറ്റി ഏതാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുപോലെ ഈ പറയുന്ന ഹൗസ് ബിൽഡിങ്ങും ഹൗസിംഗ് സൊസൈറ്റികളുടെ ക്ലാസിഫിക്കേഷനും, അതുപോലെ തന്നെ ഈ പറയുന്ന ഫാമിംഗ് സൊസൈറ്റികളുടെ ക്ലാസിഫിക്കേഷനൊക്കെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വളരെ കുറച്ച് സമയമുള്ളൂ. നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സിലബസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ടും അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ നിർത്തുന്നു. നമുക്ക് അടുത്ത ദിവസം എന്ത് ചെയ്യാം? നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി.